ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിൽ ചിലർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് കൂടി ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി, ഇനിയും നിരവധി പേർ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇതെല്ലാം തന്നെ SITയുടെ വീഴ്ചയാണ് എന്നാണ് ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. കാരണം ജാമ്യം കിട്ടേണ്ടത് 90 ദിവസത്തിനകം കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലീഗലി തന്നെ അവർക്ക് ജാമ്യത്തിന് അർഹതയുള്ളതാണ്. അതുകൊണ്ട് ജാമ്യം കിട്ടും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ SIT 90 ദിവസത്തിനകം ഇപ്പോൾ വളരെ ധൃതി പിടിച്ച് ഒരു കുറ്റപത്രം സമർപ്പിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഈ അന്വേഷണം കുറ്റമറ്റതായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഈ ജാമ്യം കിട്ടുമ്പോൾ ഏതാണ്ട് വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്നത് നിയമപരമായി കൃത്യമായിട്ട് അറിവില്ലാത്ത ആളുകളാണ്. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പുതിയ 2-3 മറ്റ് സംഭവവികാസങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇന്ന് ജയറാമിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നൈയിലെ ഓഫീസിലെത്തി ഏതാണ്ട് 2-3 മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരിക്കുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഞാനടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നൊരു കാര്യം, KP ശങ്കർദാസ് എന്ന് പറയുന്ന ഒരു ബോർഡ് മെമ്പറുണ്ട്. ആ ബോർഡ് മെമ്പറെ വീൽ ചെയറിലിരുത്തി ഇപ്പോൾ ജയിലിലേക്ക് കൂടി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചില കൗതുകങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് അദ്ദേഹം കിടപ്പിലാണ് എന്ന് പറയുന്ന ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. KP ശങ്കർദാസ് അദ്ദേഹം CPIയുടെ നോമിനിയായിട്ട് ബോർഡിൽ ഇരുന്ന ഒരാളാണ്. അപ്പം ഞാനൊക്കെ വിചാരിച്ചിരുന്നു അദ്ദേഹം 83 വയസ്സുള്ള ആൾക്ക് വലിയ തോതിലുള്ള അസുഖമുണ്ടെന്ന്. പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചു. അദ്ദേഹത്തിനെതിരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിന് എന്താണ് ഒരു പ്രത്യേകത എന്നാണ് ചോദിച്ചത്. ചോദിക്കുകയും അദ്ദേഹത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയിലിലെ തന്നെ മെഡിക്കൽ സെല്ലിലേക്ക്, അതായത് ജയിലിനകത്തുള്ള മെഡിക്കൽ സെല്ലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം നമ്മൾ ചിന്തിച്ചത്ര അസുഖമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഏറ്റവും ആദ്യം നമുക്ക് ഈ KP ശങ്കർദാസിൻ്റെ കാര്യം തന്നെ ഒന്ന് പരിശോധിക്കാം. KP ശങ്കർദാസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു എന്ന് പറഞ്ഞ് ഈ കേസ് എടുക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹം അവിടെ വലിയ ഒട്ടും ആരോഗ്യമില്ലാത്ത ഓർമ്മയില്ലാത്ത ഒരാളായി കിടക്കുന്നതായി നമുക്ക് തോന്നുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഞാൻ ചില ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചപ്പോൾ, ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം തന്നെ ഇങ്ങനെ പറയുകയും ചെയ്തു. കൂടാതെ ഈ KP ശങ്കർദാസ് എന്ന് പറയുന്നത് CPIയുടെ നോമിനിയായിട്ട് ബോർഡിൽ ഇരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിന് ചെറിയൊരു മര്യാദകേടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് സ്വർണം ചെമ്പാക്കി എന്ന് പറഞ്ഞ് ബോർഡിൻ്റെ തീരുമാനമായി എഴുതി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോർഡിൻ്റെ മെമ്പറായിരുന്ന വിജയകുമാറിനെയും ഉടനെ തന്നെ ഈ പറയുന്ന നമുക്കറിയാം ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് കൂട്ടുത്തരവാദിത്തമാണ്, അല്ലാതെ ബോർഡ് പ്രസിഡന്റ് മാത്രം, അധ്യക്ഷൻ മാത്രം ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തെ നോർമലായി അറസ്റ്റ് ചെയ്യപ്പെടുകയോ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങളിൽ ഈ വിജയകുമാറിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ശങ്കർദാസിനെയും ഒന്നും തന്നെ അന്വേഷണം SIT പ്രതിയാക്കിയിരുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പ്രതിയാക്കുകയും പിന്നീട് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കുകയും, ഒരാൾ ഈ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ അതിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയാണല്ലോ, അയാളെ നിങ്ങൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചോദിച്ചതിൻ്റെയും വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേടിയതിൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയ ആകുമോ എന്നുള്ള വാചകങ്ങളൊക്കെ അടക്കത്തെ ഉത്തരവിൽ എഴുതിച്ചേർക്കുകയൊക്കെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത് SITക്ക് വേറെ നിവൃത്തിയില്ലാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും അറസ്റ്റ് ചെയ്തതിന് ശേഷം അതേ ഹോസ്പിറ്റലിൽ തുടരാൻ അനുവദിക്കും എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. പക്ഷേ അതിന് വീണ്ടും ബദറുദ്ദീൻ്റെ അടുത്തേക്ക് കേസ് ചെന്നപ്പോൾ ആ ബദറുദ്ദീൻ്റെ KP ശങ്കർദാസിൻ്റെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വരെ പോയെങ്കിലും തള്ളി. അതിനുശേഷം ഈ പറയുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു മെഡിക്കൽ ബോർഡ് ഉടനെ തന്നെ രൂപീകരിക്കണമെന്നും ആ രൂപീകരിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തരണമെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത്ര വലിയ അസുഖമില്ല എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് ആദ്യം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹത്തെ ഹാപ്പി ആയിട്ട് ടാറ്റ കൊടുത്ത് ജയിലിലേക്ക് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് CPIയെ കൂടി വലിയ പ്രതിരോധത്തിലാക്കി. കാരണം CPIയുടെ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വളരെ ഉത്തമനായിട്ടുള്ള ഒരു സഖാവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹവും കൂടി ഇപ്പോൾ ജയിലിലെത്തിയിരിക്കുന്നു. ഈ പത്മകുമാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ജയിലിൽ ഒരു മെഡിക്കൽ സെല്ലിലാണ് അവരെല്ലാവരും തന്നെ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ജയറാമിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിൽ തയ്യാറായി. പക്ഷേ ചോദ്യം ചെയ്യലിൽ പോലും
ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന്, സുബ്രഹ്മണ്യൻ പോറ്റിയല്ല, അദ്ദേഹം മറ്റൊരു നേതാവാണ് BJPയുടെ, IIMലൊക്കെ ഫാക്കൽറ്റി ആയിരുന്നു, അദ്ദേഹമല്ല. ഞാൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം ഇദ്ദേഹം 3 ചടങ്ങുകളിലാണ് പങ്കെടുത്തത്. ഒന്ന് സ്വന്തം വീട്ടിലെ ചടങ്ങിൽ സെപ്റ്റംബറിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിൽ അവിടുത്തെ പൂജയിൽ ഇദ്ദേഹം പങ്കെടുത്തു, ജയറാം. കൂടാതെ ഇടംപള്ളി ക്ഷേത്രത്തിലെ ഘോഷയാത്രയിൽ കൂടി പങ്കെടുത്തു. ഇതിൽ 3 എണ്ണത്തിനെ പങ്കെടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റുകളും മാസങ്ങളും ഒക്കെ തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊരുത്തക്കേടുകളൊക്കെ തന്നെ ഒരു പ്രശ്നമായതുകൊണ്ട് അദ്ദേഹത്തെ സാക്ഷിയാക്കണോ എന്നുള്ള കാര്യം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ സാക്ഷിയാക്കാനാണ് സാധ്യതകൾ. അദ്ദേഹത്തിന് ഈ കൊള്ളയിലൊന്നും പങ്കെടുക്കാകണമെന്നില്ല, പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ടീമിന് അടുത്തത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശ്വാസം കുറയുന്നു എന്നാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് DIG ആയിട്ടുള്ള H വെങ്കടേഷിനെയും അത് ചാർജ് കൊടുക്കുകയും അതുപോലെ SP ആയിട്ടുള്ള S ശശിധരനെ ചാർജ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ രാധാ വിജയരാഘവനും അതായത് വിജയകുമാറും അടക്കുന്ന ബെഞ്ച് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള, അതായത് വളരെ കൃത്യമായി നോക്കിയതിന് ശേഷം ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അവർ വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണെന്ന്, പേരുകേട്ട ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ കോടതി അങ്ങനെയാണ് വിചാരിക്കുന്നത്. കൂടാതെ 2 പേരെ CIA കൂടി അഡീഷണലി ചേർക്കണമെന്ന് പറഞ്ഞാൽ പോലും അവരുടെ പേരുകൾ, ആദ്യം കൊടുത്ത പേരുകൾ സമ്മതിക്കാതിരിക്കുകയും പിന്നീട് മറ്റു പേരുകൾ കൊടുക്കുകയും അതിൽ നിന്ന് കോടതി കണ്ടെത്തുകയും ചെയ്ത ആളുകളൊക്കെയാണ് ഈ അന്വേഷണത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ നിൽക്കുന്നൊരു സ്റ്റേജിലല്ല ഇപ്പോൾ ഈ അന്വേഷണം നിൽക്കുന്നത്. കാരണം അന്വേഷണം തുടങ്ങിയപ്പോൾ 2019 മുതൽ ഉള്ള കൊള്ളയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതങ്ങനെയല്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തറയിലിൻ്റെയും ഒക്കെ കാലത്ത് കൊടിമരം അഴിച്ചു മാറ്റിയത് മുതലുള്ള കൊള്ള വലിയ തോതിൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണ നേതാക്കന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഞെട്ടിക്കുന്ന ഒരുപാട് ഇൻഫർമേഷനുകളൊക്കെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ പറഞ്ഞ പോലെ 2.5 കോടി രൂപ തന്ത്രിക്ക് ഒരു ബാങ്കിൽ നിന്ന് ആ ബാങ്ക് പൊളിഞ്ഞു പോയിട്ടും അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കുകയോ അദ്ദേഹം ആ പണം കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും, ഏതാണ്ട് 30 കോടിയോളം വരുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി എന്നുള്ളതും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മദ്യക്കമ്പനികളിലടക്കം ഇദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മുടെ തന്ത്രി കണ്ഠരര് രാജീവർ, അതായത് പിതൃസ്ഥാനീയനായിട്ടുള്ള കണ്ഠരര് രാജീവർക്ക് ചെറിയ ബിസിനസ്സൊക്കെ ഉള്ളൂ, അദ്ദേഹത്തിന് ഇതുപോലെ മദ്യത്തിൻ്റെ കമ്പനികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ബിസിനസ് എന്നുള്ളതാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ FIR കോഷിയണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് SIT ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മർദ്ദത്തിന് വിധേയനായിരിക്കുന്നു എന്നാണ്. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ കൊണ്ടിട്ടാണ് അവർ ഏറ്റവും ആദ്യം ജോലിഭാരം കൂടുതലാണെന്നും 2 ഉദ്യോഗസ്ഥരെ തരണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടത്. അതിനുശേഷം തീർച്ചയായിട്ടും ഇപ്പോൾ ശങ്കർദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹരിശങ്കറിൻ്റെ അച്ഛനല്ലേ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാകും. കാരണം അവരൊരേ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും സ്വാധീനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പത്മകുമാർ അടക്കം, വാസു അടക്കമുള്ള, വിജയകുമാർ അടക്കമുള്ള ആളുകൾ അവരെല്ലാം CPMൻ്റെ നേതാക്കന്മാരാണ്. അവരൊക്കെ അകത്ത് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ സ്റ്റാൻഡ് എപ്പോഴും കൃത്യമായി എടുത്തിട്ടുള്ളത് CPM ആണ്. കാരണം CPM SITയുടെ അന്വേഷണം ഗംഭീരമായി നടക്കുന്നു എന്നാണ്. പക്ഷേ അടൂർ പ്രകാശിൻ്റെ പേരും അതുപോലെ സോണിയാഗാന്ധിയുടെ ആയിട്ടുള്ള ഫോട്ടോകളും ഒക്കെ വന്നതിന് ശേഷം SIT ചില സ്വാധീനങ്ങൾക്ക് വഴിപ്പെടുന്നു എന്നാണ് VD സതീശൻ അടക്കമുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ BJP തന്ത്രി അറസ്റ്റിലായപ്പോൾ നിലപാടുകൾ മാറ്റി. പക്ഷേ ഇപ്പോഴും ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ CPMന് ധാർമ്മികമായി ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം അത് അവരുടെ നേതാക്കന്മാർ തന്നെയാണ് ഇതിനകത്ത് ഒരാളല്ല 2-3 പേർ എന്ത് ചെയ്തിട്ടുള്ളത് ായിട്ടുള്ളത്. പക്ഷേ CPM പറയുന്നത് ആരാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യില്ല, സംരക്ഷിക്കില്ല എന്നുള്ളതാണ്. ആ കൂട്ടത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജയറാം കൂടി എത്തിപ്പെട്ടിട്ടുള്ളത്. ജയറാമിനെ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ വട്ടമിട്ട് പറക്കുന്നു. പിന്നെ അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവിടെ വീട്ടിൽ ചെന്നാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. എൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ട്രിവാൻഡ്രത്തേക്ക് അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നാണ് വരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കയ്യബദ്ധങ്ങളോ ചില മിസ്റ്റേക്കുകളോ ചില അബദ്ധങ്ങളോ ഒക്കെ ജയറാം കാണിച്ചിട്ടുണ്ടാവും. അല്ലാതെ കൊള്ളയിലൊന്നും അദ്ദേഹം ഒരിക്കലും കൂട്ടു നിൽക്കാനൊരു സാധ്യതയില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ
പ്രധാനപ്പെട്ടൊരു കാര്യം ഈ വിശ്വാസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയൊക്കെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ദമ്പടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അത്തരത്തിൽ വലിയൊരു ഇല്ലീഗലായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഇവരുടെ എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയാണ്. അതായത് SITയുടെ പണി വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല, ആളുകൾ പുറത്തിറങ്ങിപ്പോയി എന്നുള്ളതൊന്നും വിഷയമല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി അവരെ കൺവിക്റ്റ് ചെയ്യാനുള്ള തെളിവുകളുമായി വേണം നിങ്ങൾ ഈ അന്വേഷണത്തിൽ നിന്ന് മുങ്ങി നിവരാൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.